എവിടെ പോയി നിങ്ങളെ തള്ള വിളിക്കാവളെ? അമ്മ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല. അപ്പൊ അവൾ ആരെങ്കിലും കൂടെ പോയിരിക്കും, ഉറപ്പാ കേട്ടാ. അവിടെ നിൽക്കവിടെ, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞില്ലേ, അകത്ത് കയറിയ മതി. ഇന്ന് ആരുടെ ഇവിടെ സൈക്കിൾ വന്നത്? പോസ്റ്റ്മാനായിരിക്കും. ആഹാ, അപ്പൊ പോസ്റ്റ്മാനായിട്ട് നിനക്ക് രഹസ്യബന്ധമുണ്ടല്ലടി? നിക്കടി അവിടെ നിക്കടി. നീ നിന്റെ രഹസ്യക്കാർക്ക് കള്ളുപിടിക്കാൻ കാശ് കൊടുക്കല്ലേ? എനിക്ക് തരടി, എന്നെ കൊല്ലടിയാണ്, എന്നെ കൊല്ലു. ഉടനെ അവിടെ നിൽക്കുന്ന മോളെ മതി താളം പിടിച്ചത്. അയ്യേ, ഇഡ്ലിയാണോ? എനിക്ക് ദോശ മതി. അവന് മാത്രമെങ്കിലും ദോശ ഇട്ട് കൊടുത്തൂടെ? ദോശ ഇവിടെ ഞാൻ സ്റ്റൗവിന്റെ അടുത്ത് പ്രതിമ പോലെ നിന്നാ മറ്റു ജോലികളൊക്കെ ആരാ നോക്കുക? ഇഡലി നിന്നാലെന്താ, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങത്തില്ലേ? എനിക്കത് വേണ്ട. മോന് അച്ഛൻ ദോശ ഇട്ട് തരാം. ക്ലോക്കിലേക്ക് നോക്കിയിട്ട് വേണം കളിക്കാൻ. ഒരച്ഛനും മോനും വേണ്ടെങ്കിൽ തിന്നണ്ട. എനിക്കത് വേണ്ട. എങ്ങോട്ടാണ് ഓടുന്നത്? ഞാൻ കൊല്ലും. നിന്റെ തല വെച്ച് അതും തൂക്കിയെടുത്ത് മെയിൻ റോഡിൽ കൂടെ നടന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലും. നീ വീട്ടിൽ പോ. സാറേ, സാറിന് ഇവിടെ അറിയില്ല, ഈ നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് വരെ വെള്ള ഭർത്താക്കന്മാരാ. ഒരുമ്പെട്ടോള് അനാവശ്യം പറയുന്ന, മര്യാദയ്ക്ക് പുറത്തു പോവാൻ. ഓഹോ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണല്ലേ? അപ്പൊ പിന്നെ താനോട് ഇഷ്ടപ്പെട്ടുണ്ടോ? എനിക്ക് ആരാണ് ഞങ്ങൾ രണ്ടുപേരും പരിപാടി? വെറുതെ അല്ലാതെ അവൾക്ക് മുണ്ടും ബ്ലൗസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നോക്കിക്കോ. ഒരു ദിവസം രണ്ടര ഞാൻ പിടികൂടും. പുറത്തിറങ്ങി. എന്തൊരു കഷ്ടം ഇത്. ഭ്രാന്ത് അല്ല എന്താ? ദേഹം ഒരുങ്ങി ഒരു ജോലിയും ചെയ്യത്തില്ല. വല്ലവരുടെ വീട്ടിലെ പാത്രം തേച്ചും വിഴുപ്പലക്കി ഞാൻ അയാൾക്ക് ചോറ് കൊടുക്കുന്നത്. പകരം കിട്ടുന്നതോ തല്ലും തൊഴിയും തുപ്പും. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരന് പോലും വരാൻ വയ്യ. അയാളും എന്റെ രഹസ്യക്കാരനാണെന്ന് പറയും. എനിക്കങ്ങ് ചത്താ മതി. മാനേജർ സാബാണ്, മേ ചൽത്തി ഹൂം. ഹി വിൽ ഓഫർ മീ എ ലിഫ്റ്റ്. കുഞ്ഞിനെ ഡേ കെയർ സെന്റർ വിട്ടിട്ട് ഇതിൽ കുടുങ്ങി ചെല്ലുമ്പോഴേക്കും നേരം വൈകും. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്പികേ, അമ്പികേ, വാതിൽ തുറന്നിട്ടിട്ട് വീടിന്റെ പുറകുവശത്തോ അപ്പുറത്ത് വീട്ടിലെ മാവിന്റെ ചോട്ടിലോ ചെന്നിരുന്ന് വായിക്കരുത്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ വേലക്കാരിയാണെങ്കിലും എന്റെ കടമകളെ കുറിച്ച് എനിക്കറിയാം. അച്ഛാ, സമച്ച് ഗയ. ഇവിടെ Now you can go. ഞാൻ അന്വേഷിച്ചു. ഭയങ്കര പണച്ചാക്കാണ്. ഭർത്താവിന് ബിസ്ക്കറ്റിന്റെ പരിപാടിയായിരുന്നത്രേ. കഴിഞ്ഞ കൊല്ലം കാർ ആക്സിഡന്റിൽ മരിച്ചു. നമ്മുടെ പാർട്ടി തട്ടിയതാണെന്നൊരു വെർഷനുണ്ട്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ അപവാദം പറയുന്നത്?
എന്നാൽ അറിയാവുന്ന കാര്യം പറയാം. പാർട്ടിയുടെ കയ്യിൽ ഒരു 12 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി വിറ്റ് കിട്ടിയതാ. നമ്മ ഒരു പിടി പിടിച്ചാൽ അത് ഡിപ്പോസിറ്റ് ആയിട്ട് ഇനി പോരും. 10 ലക്ഷം ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് തന്നാൽ മതി. 2 ലക്ഷം വേണേ അവർ ചെലവായിക്കോട്ടെ. ബ്യൂട്ടിഫുൾ ചിടിയാ. എന്റെ ചിത്രേ, ഒന്ന് നിർത്ത്. ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം. ഈ മണിപ്രവാളം വേണ്ട. मैं आपसे नहीं बोला, आई एम टॉकिंग टू एलसी. ഈ പല ഭാഷകൾ പഠിച്ചാലുള്ള കുഴപ്പം ഇതാ. ഹിന്ദി അവളുടെ മാതൃഭാഷയല്ലേ. കഷ്ടകാലത്തിന് എനിക്ക് മധ്യപ്രദേശിലേക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ 3 വർഷം ഞങ്ങളുടെ ഭോപ്പാൽ ബ്രാഞ്ചിൽ കഴിയേണ്ടി വന്നു. ഇതാണ് എന്റെ ഭോപ്പാൽ ട്രാജഡി. അപ്പൊ സംഭവം നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. ഇനി ഈ കൊച്ചിന്റെ കാര്യം എന്താകുമെന്ന് അറിയാൻ മേല. ഇടയ്ക്കിടെ ഇവൻ ഹിന്ദി കരയാറുണ്ട്. ഏതായാലും ചിരിക്കുന്നത് മലയാളത്തിലാണ്. അധികം കളിയാക്കണ്ട. എന്താ നമ്മുടെ പരിപാടി? അങ്ങനെ സ്പെഷ്യൽ പ്രോഗ്രാം ഒന്നുമില്ല. ഒരു കറക്കം, ഒരു സൈറ്റ് സീയിങ്. എങ്കിൽ പിന്നെ പുറപ്പെടരുതോ? ഓക്കെ. ഞാൻ കാറില് മുമ്പ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? അതെ അതെ. പക്ഷെ തിരക്ക് കുറവാന്ന്. പെമ്പിള്ളേരാരും ഇല്ലാത്തോണ്ടാണോ? ഒന്ന് പതുക്കെ പറയണ്ട ആശാനെ. അങ്ങോട്ട് പോണ്ട, വീടും ഞാൻ വീടൂല. ഞാൻ പോയി ആഹാരത്തിന്റെ കാര്യവും സെറ്റപ്പ് ചെയ്യട്ടെ. ഖാന ഖാന. ഒന്ന് മുമ്പാടോ, അച്ഛൻ്റെ മുമ്പാടോ. ഹലോ, നിങ്ങളൊക്കെ സ്റ്റുഡൻസാ? നിങ്ങൾ ആരാ? ഞാനിവിടെ ചുമ്മാ സൈറ്റ് സീയിങ്ങിന് വന്നാണ്. പതുക്കെ പോ, വീഴും. അച്ഛൻ നമുക്ക് കളിക്കാം. പ്രകാശ് സാറേ, ഉണ്ണിമോനെ, വേഗം വാ. എല്ലാം റെഡിയായി. ചുപ്രോ, നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളൂ. എന്റെ ഭർത്താവ് എവിടെ ഉണ്ടാവും എനിക്കറിയാം. ചുന്നുമോനെ, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നുകിൽ പാർക്കിൽ നിന്ന് അല്ലെങ്കിൽ ബീച്ചിൽ നിന്ന് പെണ്ണ് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല? എന്താ എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഏയ്, ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഉണ്ട്. ഇതെന്റെ വൈഫ് എൽസ. ഇത് വരൂ പോകാം. ടൂറിസ്റ്റ് സിസ്റ്റേഴ്സിനെ പോലെ. പല്ലില്ല പല്ലില്ല.
എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഒരു ചെക്ക്. അകത്തോട്ടിരിക്കാം, ചെക്കിങ് വരൂ, ഞാൻ ക്യാഷ് വാങ്ങി തരാം. ഇങ്ങോട്ടിരിക്കാം.